അടുത്ത കാലിച്ച് കയറാം അല്ലേ? അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ നാമത്തിൽ ബന്ധിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് എത്തിയ ഈ കാരണ സമയത്ത് നന്ദി പറയുന്നു. ഈ ദേവാലയം എൻ്റെ ആലയമാണ്. ഞങ്ങളുടെ അഭ്യർത്ഥന എൻ്റെ ആലയത്തെ ഏറ്റവും അനുഗ്രഹീതമായി ഇതിനുള്ള നാളുകൾ ഞങ്ങളെല്ലാവരെയും സഹായിച്ചു. ഇനിയും പ്രധാനപ്പെട്ട ഇന്നേ ദിവസം ഞങ്ങൾ വലിയ ദിനമാക്കി മാറ്റുന്നത് പരിശുദ്ധ ഈ ദേവാലയത്തിൻ്റെ ഞങ്ങൾക്ക് ഇതിൻ്റെ മധ്യസ്ഥത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലും ഈ ടൗണിൽ വരുന്ന എല്ലാ മക്കളും ചെറിയ നന്ദി പറയുന്നു. ഇനി മുതൽ ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും കയറി പ്രാർത്ഥിക്കാനും ദൈവം സ്വീകരിക്കാൻ വഴിയൊരുക്കിയിരിക്കുന്നു. അതെല്ലാം എൻ്റെ വലിയ വഴിയായിട്ടുള്ള അവരെ സഹായിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ എല്ലാ മക്കളെയും ഉണ്ടാകും. ഏകദേശം 1000 കുടുംബങ്ങൾ അപ്പോൾ നമ്മളുടെ ആശ്വാസം നടത്തുന്നത് നിലവിലെ ഓരോ കുഞ്ഞുങ്ങളിലും അതിൻ്റെ അനുഭവം ചെയ്യും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാത്മാവിന്റെയും സഹവാസത്തോടും നാം എല്ലാവരോടും കൂടെ ഈ ദേവാലയം എപ്പോഴും നയിക്കും. പ്രതീക്ഷിച്ചില്ല എത്ര വേഗത്തിൽ ഞാൻ ശാന്തമായിട്ട് സംഘർഷങ്ങളോ നടന്നതിനാലെ ശാന്തമായിട്ട് തീർച്ചയായിട്ടും പരിശുദ്ധം എനിക്ക് വാങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് വലിയ ആഴ്ച നൽകാൻ വലിയ സന്തോഷമായിരുന്നു. ഒരുപാട് നാളത്തോട് പ്രാർത്ഥനയുടെ ഫലമാണ്. നമ്മൾ പെസഹ ആചരിക്കാൻ പോവുകയാണ്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകലെന്നാണ്. ഒരുപാട് ദുഃഖങ്ങളിലൂടെയും വേദനയിലും നമ്മളും കടന്നു പോവുകയായിരുന്നു.
ഒരു ദുഃഖവലിക്കപ്പുറം ഒരു ഉത്ഥാനം ഉണ്ടെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈശോ അതിന് കൃത്യമായിട്ടൊരു ഉദാഹരണം ഇന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഒരു ദിവസം മാറും. ഈ അടഞ്ഞു കിടന്ന ദേവാലയം തുറന്ന പോലെ എല്ലാവരും ഹൃദയങ്ങൾ തുറക്കട്ടെ. ഈ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ആദരവാകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവത്തിന് മാധ്യസ്ഥം വഹിക്കും. ഒരു ദിവസം നമ്മുടെ ഇടവക ജനങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ ദേവാലയത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു സങ്കടമില്ലാതെ, പരിഭവമില്ലാതെ, ചേരുതിരിവില്ലാതെ, വിഭാഗിതയില്ലാതെ എല്ലാവരും ഒന്ന് ചേർന്ന് ബലിയർപ്പിക്കുന്ന ദിനം ഏറ്റവും അടുത്ത് സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നമുക്ക് ഇന്നത്തെ വീഴ്ചയിൽ ഇന്ന് തന്നെ ദേവാലയം തുറക്കാനുള്ള ഓർഡറാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പള്ളിയിൽ തുറക്കാം നമ്മൾ തീരുമാനിച്ചത്. കൂടാതെ നമുക്കറിയാം ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഇതുള്ള മറ്റു കൂതാശകളും അതുപോലെ കൂതാശകളും നടത്താം കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊന്നിച്ച് വരാൻ പറ്റും എന്നുള്ളത് അനുഗ്രഹമാണ്. നമുക്കത് ഏറ്റവും അധികം കടന്നുകൊടുക്കാൻ നമുക്ക് ശക്തിയും ചെയ്യും. 6:30 മണിക്കാണ് നമ്മുടെ ജപമാലയും അതിനുശേഷം കഴിയും നമ്മൾ അറിയിക്കും. 6 മണിക്ക് ജപമാല ഇത് അർപ്പിക്കും. അതിനുശേഷം തിരിച്ചു പോവുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അതുവരെ വിശ്വസിച്ചായിട്ട് പറഞ്ഞു. ദൈവമേ ഞങ്ങൾ സ്തോത്രം. നമുക്ക് മൈക്ക് ഓക്കെ ആണോ?